നമസ്കാരം. കേരളം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന കേസാണ് ISRO ചാരക്കേസ്. ക്രൈംബ്രാഞ്ച് മുൻ ഉദ്യോഗസ്ഥൻ സ്മാർട്ട് വിജയന്റെ മനസ്സിൽ തോന്നിയ ലൈംഗിക ആസക്തിയിൽ പിറന്ന ഒരു കേസ്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? തുടക്കം മുതൽ തന്നെ അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായ കേസാണെന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രബലരായ ഉദ്യോഗസ്ഥർ അതിനെ വളച്ചു തിരിച്ച് പ്രമാദമായ കേസാക്കി മാറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിന്റെ ഒരു തെളിവ് കൂടിയായിരുന്നു ആ കേസ്. അത് ഇന്ത്യയിലെ തന്നെ അന്വേഷണ വിഭാഗത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള പോലീസ് എന്ന അഭിമാനം പറയുമ്പോഴും ഇത്തരം കേസുകൾ കേരള പോലീസിനെ ചെറുതായല്ല അങ്കലാപ്പിലാക്കുന്നത്. ബുധനാഴ്ചയാണ് ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിച്ചത്. അതിലാണ് ചാരക്കേസിന്റെ ഗൂഢാലോചന സംബന്ധിച്ച വിശദമായ വിവരണങ്ങളുള്ളത്. ISRO ചാരക്കേസിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് അന്നത്തെ ഇൻസ്പെക്ടർ ബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ സ്മാർട്ട് വിജയൻ എന്ന S വിജയനാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം പറയുന്നത്. മാലി വനിത മറിയം റഷീദയെ വിജയൻ കടന്നുപിടിക്കാൻ ശ്രമിച്ചതവർ എതിർത്തതാണ് ഗൂഢാലോചനയിലേക്ക് നീങ്ങിയതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 1994 ഒക്ടോബർ 10 മറിയം റഷീദയും ഫൗസിയയും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തുന്നു. അവരുടെ വിസ ആവശ്യങ്ങൾക്കായിട്ടാണ് അവർ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തുന്നത്. അന്ന് അവിടെ ക്രൈംബ്രാഞ്ചിന്റെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു സ്മാർട്ട് വിജയൻ എന്ന ഈ വിജയൻ. മറിയം റഷീദയുടെയും ഫൗസിയ ഹസന്റെയും പാസ്പോർട്ട് ഈ വിജയൻ അവിടെ വാങ്ങിവെക്കുന്നു. അവിടെ ആരംഭിക്കുന്നു ഈ കേസിന്റെ തുടക്കം. അങ്ങനെയല്ലേ ആ റിപ്പോർട്ടിൽ പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് സംഭവം. 2 ദിവസത്തിന് ശേഷം വിജയൻ മറിയം റഷീദ താമസിച്ച ഹോട്ടലിലെത്തി അവരെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. ഇത് അവർ എതിർത്തു. അവിടെ നിന്ന് മടങ്ങിയ വിജയൻ അവർ LPSCയിലെ ഒരു ശാസ്ത്രജ്ഞനുമായി നിരന്തരം ബന്ധപ്പെടുന്നുവെന്ന് മനസ്സിലാക്കി. ഇക്കാര്യം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന R രാജീവിനെയും SIB അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന RB ശ്രീകുമാറിനെയും അറിയിച്ചു. ഒക്ടോബർ 17 വരെ വിസയും ടിക്കറ്റും മടക്കി നൽകാതെ അവരെ തടഞ്ഞുവെച്ച വിജയൻ ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മറിയത്തിനെതിരെ കേസെടുത്തു. 20-ന് ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു. ആ സമയം മാധ്യമപ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും സ്റ്റേഷനിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം CBI തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗമാണ് ഇത്. അതിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. The sustain the initial wrongs. Another case of serious nature was launched with false interrogation reports against victims. The false interrogation reports were used by SIT, Special Investigation Team, SIT, in successive arrest of victim in crime number 246/1994. The facts and substance role of accused Mr. S. Vijayan, A1, Mr. CB Matthew, A2, Mr. KK Joshua, A3, Mr. RB Srikumar, A4, and Mr. PS J Prakash, AS, in the registration of false case under Foreigners Act and Official Secret Act against 2 Maldivian ladies, Mrs. Mariam Rashida and Fausia Hassan, 2 ISRO scientists, Mr. Shashikumaran and Mr. Nambi Narayanan, and 2 other persons, Mr. K. Chandrasekhar, deceased, and Mr. S.K. Sharma, deceased. The said accused persons played an active role in the conspiracy to create false documents leading to illegal arrest, ടോർച്ചർ എക്സെട്ര എന്ന് അടിവരയിട്ട് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു. അതായത് തീർത്തും ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ഒരു കേസാണ് ISRO എന്നതിൽ തർക്കമില്ല. ശാസ്ത്രജ്ഞനായിരുന്ന തമ്പി നാരായണനെ തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ DGP CB മാത്യൂസ് അറസ്റ്റ് ചെയ്തത്. മറിയം റഷീദയ്ക്കെതിരെ S വിജയൻ വഞ്ചൂർ സ്റ്റേഷനിൽ തെളിവുകളില്ലാതെ കേസെടുപ്പിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മറിയം റഷീദയെ അന്യായ തടങ്കലിൽ വെക്കുകയും ഇന്റലിജൻസ് ബ്യൂറോ സംഘത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. കുറ്റസമ്മതം നടത്താൻ നിർബന്ധിച്ച് കസ്റ്റഡിയിൽ പീഡിപ്പിച്ചു.
SIT കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും IB ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തുവെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന CI KK ജോഷുവായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. സിബി മാത്യൂസിന് വേണ്ടിയായിരുന്നു ജോഷുവ കൃത്രിമ രേഖയുണ്ടാക്കിയത്. ഒരു തെളിവുമില്ലാതെയാണ് ചാരവൃത്തി നടന്നുവെന്ന് എഴുതി ചേർത്തത്. പ്രതി ചേർത്തവരുടെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്തിയിട്ടുമില്ല. മുൻ IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് കസ്റ്റഡിയിൽ വെച്ച് നമ്പി നാരായണനെ മർദ്ദിച്ചുവെന്നും CBIയുടെ കുറ്റപത്രത്തിലുണ്ട്. കുറ്റപത്രത്തിൽ 18 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഇങ്ങനെ: ഗൂഢാലോചന, സ്ത്രീകളോട് മോശമായി പെരുമാറൽ, തടഞ്ഞുവെക്കൽ, മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. CBI നടത്തിയ അന്വേഷണത്തിൽ മാലി സ്വദേശിനികളായ മറിയം റഷീദയും ഫൗസിയ ഹസനും തിരുവനന്തപുരത്ത് ഹോട്ടൽ സാമ്രാട്ടിൽ 1994 സെപ്റ്റംബർ 17 മുതൽ താമസിച്ചിരുന്നതായി കണ്ടെത്തി. വിസ കാലാവധി കഴിയാനിരുന്നതിനാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് CI വിജയനെ കാണുന്നു. ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിവെച്ച വിജയൻ വീണ്ടും വരാൻ മറിയം റഷീദയോട് ആവശ്യപ്പെടുന്നു. ഒക്ടോബർ 13 ഇവർ താമസിച്ച ഹോട്ടലിലേക്ക് വിജയൻ നേരിട്ടെത്തുന്നു. തുടർന്ന് ആ റൂമിലുണ്ടായിരുന്ന മറിയം റഷീദയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഫൗസിയ ഹസനോട് മുറിക്ക് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം ഫൗസിയ അനുസരിക്കുകയും മുറിക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം ആ മുറിയുടെ ഡോർ അടയ്ക്കുന്നത് വിജയൻ. തുടർന്ന് മുറിയടച്ച വിജയൻ ലൈംഗികാസക്തിയോടെ മറിയം റഷീദയെ സമീപിച്ച് അവരെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർ ചെറുത്തതോടെ വിജയൻ പെട്ടെന്ന് മുറി വിട്ട് പുറത്തേക്ക് പോയി. തുടർന്ന് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് മറിയം റഷീദ ISROയിൽ ജോലി ചെയ്തിരുന്ന D ശശികുമാർ എന്ന ശാസ്ത്രജ്ഞനെ ഫോണിൽ ബന്ധപ്പെട്ടതായി വിജയന് വിവരം ലഭിച്ചു. മാലിദ്വീപ് സ്വദേശിനി ISRO ശാസ്ത്രജ്ഞനെ വിളിച്ച വിവരം വിജയൻ പോലീസ് കമ്മീഷണർ VR രാജീവനെ അറിയിച്ചു. ഇദ്ദേഹം ഇക്കാര്യം SIB ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RB ശ്രീകുമാറിനെയും അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ SIB ഉദ്യോഗസ്ഥരായ MJ പുന്നനും GS നായരും മറിയം റഷീദയും ഹൗസിയ ഹസനും താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫൗസിയ ഹസൻ ഒക്ടോബർ 19 ഹോട്ടൽ വിട്ട് ബംഗളൂരുവിലേക്ക് പോയി. എന്നാൽ വിജയൻ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നതിനാൽ മറിയം റഷീദയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. രേഖകൾ മടക്കി കിട്ടാൻ പലതവണ ഓഫീസിലെത്തിയെങ്കിലും വിജയൻ ഇല്ലെന്ന മറുപടിയാണ് അവർക്ക് ലഭിച്ചത്. 20 അവർ ഹോട്ടൽ വിട്ട് അവർക്ക് പരിചയമുള്ളവർ താമസിക്കുന്ന വീട്ടിലേക്ക് മാറി. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. വിസ കാലാവധി കഴിഞ്ഞതിനാൽ മറിയം റഷീദയ്ക്കെതിരെ കേസെടുക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിടുന്നു. തുടർന്ന് 20 അവരെ വിജയൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇതോടെ മറിയം റഷീദ ശശികുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും PSLVയുടെ വിവരങ്ങൾ കൈമാറിയെന്നുമുള്ള തരത്തിൽ വാർത്ത പ്രചരിച്ചു. ആ വാർത്ത മാധ്യമങ്ങൾക്ക് കൊടുത്തത് മറ്റാരുമായിരുന്നില്ല, സ്മാർട്ടായ വിജയൻ തന്നെയായിരുന്നു. മറിയം റഷീദയ്ക്കെതിരെ ഇന്ത്യയിൽ വിസ കാലാവധി കഴിഞ്ഞ് താമസിച്ചു എന്ന കുറ്റത്തിന് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത്. തുടർന്ന് മറിയം റഷീദയെ അറസ്റ്റ് ചെയ്തു. ആദ്യ കേസ് അന്വേഷിച്ചത് വഞ്ചിയൂർ SI ആയിരുന്ന തമ്പി S ദുർഗാദാസ് ആയിരുന്നു. പിറ്റേന്ന് ഇവർ താമസിച്ച സ്ഥലം പരിശോധിച്ച് രേഖകൾ പിടിച്ചെടുക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ മറിയം റഷീദയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടു. പിടിച്ചെടുത്ത രേഖകൾ ഒരു സ്കൂൾ കുട്ടിയുടെ സഹായത്തോടെ തർജ്ജമ ചെയ്തപ്പോൾ മാലിദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാനും പ്രസിഡന്റിനെ വധിക്കാനുമുള്ള പദ്ധതിയാണെന്ന് കണ്ടെത്തുന്നു. 1994 നവംബർ 3 കേസന്വേഷണം വിജയന് കൈമാറുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സ്മാർട്ടായ വിജയന് കൈമാറുന്നു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മറിയം റഷീദയെ CRPF ഗസ്റ്റ് ഹൗസിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ചോദ്യം ചെയ്തു. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന കുറ്റത്തിന് കേസെടുക്കുന്നു. കേസ് അന്വേഷിച്ചിരുന്ന വിജയൻ മറിയത്തിന് CRPF ക്യാമ്പിലെത്തിച്ച് അനധികൃതമായി IB ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി വിട്ടുകൊടുക്കുന്നു. മറിയം റഷീദ ചാരവൃത്തിയിൽ ഏർപ്പെട്ടുവെന്ന തരത്തിൽ ഒരു പരാമർശവും കേസ് രേഖയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വിജയൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1994 നവംബർ 13
വഞ്ചിയൂർ പോലീസ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. APP ഹബീബ് പിള്ളയാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉപദേശിച്ചതെന്ന് ആ വിജയൻ, അതായത് സ്മാർട്ട് വിജയൻ, കേസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിൽ ഹബീബുള്ള അത് നിഷേധിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മറിയം റഷീദെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് ISRO ചാരക്കേസ് എന്ന് സാരം. കേസിൽ മാലിദ്വീപ് സ്വദേശിനിയായ ഫൗസിയ ഹസനെയും അറസ്റ്റ് ചെയ്തിരുന്നു. നവംബർ 15-ന് DGPയുടെ ഉത്തരവ് പ്രകാരം കേസ് DIG CB മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കൈമാറി. SP G ബാബുരാജ്, DSP KK ജോഷുവ, SI S ജോഗേഷ്, തമ്പി S ദുർഗാദത്ത് എന്നിവരായിരുന്നു ടീമിലുണ്ടായിരുന്നത്. തുടർന്ന് CB മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരം നവംബർ 21-ന് ISROയിലെ ശാസ്ത്രജ്ഞൻ D ശശികുമാറിനെ അഹമ്മദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രതിനിധിയായിരുന്ന K ചന്ദ്രശേഖരൻ, ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായൺ, കോൺട്രാക്ടറായ സുധീർ കുമാർ ശർമ്മ എന്നിവരെയും പിന്നാലെ അറസ്റ്റ് ചെയ്തു. കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ IB ഉദ്യോഗസ്ഥനായ RB ശ്രീകുമാർ, PS ജയപ്രകാശ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തു. ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ഒപ്പുവെക്കാത്ത 4 ചോദ്യം ചെയ്യൽ റിപ്പോർട്ടുകൾ CBI കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയാക്കപ്പെട്ടവരുടെ മൊഴികളും CBI പരിശോധിച്ചു. എന്നാൽ ചാരപ്രവർത്തനം നടന്നുവെന്ന് തെളിയിക്കുന്ന ഒന്നും ലഭിച്ചില്ല. മാത്രമല്ല, തെളിവുകളില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘവും IB ഉദ്യോഗസ്ഥരും 6 പേരെ അറസ്റ്റ് ചെയ്തതെന്നും കേസിൽ കുടുക്കിയതെന്നും CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇല്ലാത്ത ഒരു കേസ്, പ്രതികളെല്ലാം റെഡി. സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അതിനുവേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കും. തെളിവ് ശേഖരിച്ചാൽ മാത്രം പോരാ, ആ കുറ്റം പ്രതികൾ സമ്മതിക്കുകയും കൂടി വേണം. അതിന് പോലീസ് എന്തായിരിക്കും ചെയ്യുക? പ്രതികളെ ക്രൂരമായി മർദ്ദിക്കും. കൊടിയ പീഡനങ്ങളായിരിക്കും അവർ നേരിടുക. അത് തന്നെയാണ് ഇതിനകത്ത് CBIയുടെ കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നത്. നമ്പി നാരായണൻ ഉൾപ്പെടെയുള്ള ഈ പ്രതികൾ സ്ഥാനത്ത് പോലീസ് ചുമത്തിയിരുന്ന പ്രതിസ്ഥാനത്തുണ്ടായിരുന്നവർ നേരിട്ടത് കൊടിയ പീഡനങ്ങൾ. അങ്ങനെ തന്നെയല്ലേ റിപ്പോർട്ടിൽ പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സാധാരണ ഇപ്പോൾ കേസുകൾ വരുമ്പോൾ കേരള പോലീസിനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ട്. അത് മോഷണ കേസായാലും അല്ലാത്ത മറ്റ് കേസുകളായാലും അതേ ശൈലി തന്നെയാണ് കേരള പോലീസ് ഈ കേസിലും പ്രയോഗിച്ചിട്ടുള്ളത്. അതേ ശൈലി എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ ക്രൂരമായിരുന്നു ഇതിനകത്ത് പ്രയോഗിച്ച ഈ പ്രതികൾ കുറ്റം സമ്മതിക്കാനായി പോലീസ് ഉപയോഗിച്ച ക്രൂരമായ പീഡനങ്ങൾ. അത്തരത്തിൽ ഒരു പെണ്ണെന്ന ഒരു പരിഗണന പോലും മറിയം റഷീദയ്ക്ക് നൽകിയിട്ടില്ല എന്ന തരത്തിൽ പിന്നീട് അവർ തന്നെ പുറത്തു വന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ചാരക്കേസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസ് ഉണ്ടാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ, അതിനുവേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പോൾ എന്താണ് അതിന് ആ രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ പീഡനങ്ങളെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും വെറുതെ ഊഹിച്ചു പോവാന്നുള്ള കാര്യമല്ല, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥകൾ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, പ്രത്യേകിച്ച് ഇത്തരം ഒരു കേസ് മുന്നിൽ വരുമ്പോൾ. അടുത്തിടെ ഏതോ ഒരു കേസിലുണ്ടായിരുന്നു, ഒരു മോഷണ കേസ് തെളിയിക്കാനായി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. അയാൾ യഥാർത്ഥത്തിൽ ആ കേസ് ചെയ്തിരുന്നില്ല. എന്നാൽ അയാൾ നിരപരാധിയാണെന്ന് തെളിയിച്ചത് 11 വർഷങ്ങൾക്ക് ശേഷം. അത് കോടതിയിലൂടെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിന് നഷ്ടമായത് സ്വന്തം കുടുംബം, ഭാര്യ, സ്വന്തം അച്ഛനമ്മ, അവർ പോലും വീട്ടിൽ കയറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അത് പിന്നീട് കോടതി വഴി അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടി വന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന തൊഴിൽ വരെ നഷ്ടമാകുന്നു. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചകളെന്നല്ല, ഗുരുതരമായ കൃത്യവിലോപം എന്ന് തന്നെ എടുത്തു പറയണം. ഇതുണ്ടാകുമ്പോൾ സാധാരണക്കാർക്ക് എവിടെയാണ് നീതി കിട്ടുക? തന്റെ പാസ്പോർട്ട് ആവശ്യത്തിനായിട്ട് കമ്മീഷണർ ഓഫീസിൽ സമീപിച്ചതാണ് മറിയം റഷീദ ചെയ്തത്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് CI ആയിരുന്ന വിജയൻ ഇവരെ ലൈംഗികാസക്തിയോടെ കാണുന്നത്. അപ്പോൾ ഒരു വനിതയാവട്ടെ ഏതൊരാളാവട്ടെ, ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നീതി തേടി ഒരാൾക്ക് പോകുമ്പോൾ കേരളത്തിൽ സുരക്ഷയുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നില്ലേ? വരുന്നുണ്ട്, തീർച്ചയായും വരുന്നുണ്ട്. അതുപോലെ തന്നെ അരുൺ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഒരു സ്ത്രീ ഈ കേസിൽ വന്നതുകൊണ്ടാണ് കേസ് കൂടുതൽ ചർച്ചയാക്കപ്പെട്ടത്. സ്ത്രീ ലൈംഗികം ഇതൊക്കെയാണ് പൊതുവെ ഈ കേസിൽ ഉയർന്നു വന്നിട്ടുള്ള മറ്റ് പ്രധാന വിഷയങ്ങൾ. പറയാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമില്ല, ഇന്ത്യയുടെ തന്നെ ISRO എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രത്തിലേക്കുള്ള ഒരു ചാരക്കേസായിട്ടാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതും കൂടെ ആയതുകൊണ്ടാണ് ലോക ശ്രദ്ധ ഈ കേസിലേക്ക് വന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും CBI ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ്
കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് കോടതിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. കേസിൽ നേരത്തെ ക്രൂശിക്കപ്പെട്ട എല്ലാവർക്കും നീതി കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും വേണം. എന്നാൽ മാത്രമേ നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ യശസ് കൂടുതൽ ഉയർത്തിക്കാട്ടാൻ പറ്റൂ.